അല്ല, ഈ കള്ളന്റെ കണ്ണിലാ പറ്റത്. കള്ള ബെടുവാ, പെട്രോൾ ഊറ്റിയാണല്ലേ? ഞാൻ അങ്ങോട്ട് പെട്രോൾ ഒഴിക്കായിരുന്നു. ഓഹോ, ഇങ്ങനെയാണ് ഒഴിക്കുന്നത്. പക്ഷെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഇങ്ങനെ പെട്രോൾ ഒഴിക്കാൻ അറിഞ്ഞൂടല്ലേ? ഈ ഗൾഫ് കൺട്രീസിൽ മുഴുവനും ഇങ്ങനെയാണ് പെട്രോൾ ഒഴിക്കല്. ഇവിടെ എങ്ങനെയാണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓ, അപ്പൊ ഒരു സംശയം, അവിടെ ഉള്ളവരൊക്കെ ചോർന്നുന്നത് ഇതിലെയാണോ അതോ പെട്രോൾ ലീക്ക് ഉണ്ടെന്ന് റോയി സാർ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോഴല്ലേ മനസ്സിലായത് ലീക്ക് ആരുടെ പോക്കറ്റിലേക്കാ പോകുന്നതെന്ന്? ഗുരുവായൂരപ്പനാണ് സത്യം, ഞാനിത് റോയി സാറിനോട് പറയും. ചതിക്കല്ലേ, കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം, ഇനി ഞാനിത് ചെയ്യൂല. ഉറപ്പ്? ഉറപ്പ്. കൃഷ്ണനാണ് സത്യം, നമ്മൾ ഒന്നല്ലേ. ഇരിക്കാനൊന്നും നേരമില്ല മോളെ. നമ്മുടെ പരമേശ്വരനാരുടെ മൂത്ത മോന്റെ നിശ്ചയമാ. ഇവളെ ഇവിടെ ആക്കിയിട്ട് എനിക്കങ്ങ് പോണം. മോള് സ്കൂളിൽ പോയ ചേച്ചി, നീ വരുമെന്ന് പറഞ്ഞ് പോകാതിരുന്നതാ. ഉച്ചക്കെത്തും. രാജൻ ഇവളുടെ കാര്യമെല്ലാം ശരിയാക്കിയിട്ടില്ലേ മോളെ? നാളെ അല്ലേ ഇന്റർവ്യൂ? രാജേട്ടൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓ, ഷൈനി, അച്ഛൻ അറിയില്ലേ? ഷൈനി കോട്ടയത്തുള്ള, ഇവിടെ താഴെ താമസം. എന്നെ ഓർക്കുന്നു? പിന്നെ പഴയ ചങ്ങാതിമാർ രണ്ടിനും ഒരിടത്ത് തന്നെ എത്തി. ആഹാ, ശ്രീലക്ഷ്മിയോ? നീയും ഒത്തിരി വളർന്നുവല്ലോ. അമ്മയ്ക്കൊക്കെ സുഖമാണോ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലേ ചേച്ചി? നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇറങ്ങട്ടെ. അച്ഛനെന്നെ ഉടനെ പോകുന്നു. ഒരു കല്യാണം വെച്ചുകൊണ്ട് മോളെ, അടുത്താണ് വരുമ്പോ കാണാം. വരട്ടെ. നീ എത്രയല്ലേ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി. രാജേട്ടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വന്നേക്കാം. ഷൈനി, ഷൈനി നീ പോകുന്നുണ്ട്, വേമാ ഇതാ വരുന്നടി. രാജേട്ടാ ഒന്ന് സൂപ്പർ മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യണേ. കേറ്. ആഹാ, അവിടെ നിൽക്കേ, അവിടെ നിൽക്കേ. നീ എന്താ രാജേട്ടനെ ഡ്രൈവറാക്കാൻ പോവാ? ഫ്രണ്ട് കയറിയിരിക്കേ. അത് കൊള്ളാം. ബൈ ബൈ. മേളത്തെ സാറും താഴത്തെ കൊച്ചമ്മയല്ലേ? മോളത്തെ കൊച്ചമ്മ അവിടെ ഉണ്ടോ? കാണുമായിരിക്കും. അല്ല, വലിയ വലിയ ആൾക്കാർക്ക് കാര്യമൊന്നും വലിയ പ്രശ്നമല്ല. ഇത് താഴത്തെ സാറ് മോളത്തെ കൊച്ചമ്മ കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. താനൊന്ന് തൂക്കി തരുന്നുണ്ടോ? അല്ല, വല്ലോന്റെ കാലത്ത് നമ്മളതിനെ തലയെടുത്ത് തൂക്കൊന്നും വേണ്ട, ആവശ്യമുള്ള എടുത്തോണ്ട് പോക്കൂ. ശ്രീ, എന്താ ചേട്ടാ? പിന്നെ അകത്ത് ശ്രീലക്ഷ്മി ആയിരുന്നോ? ഞാൻ ശ്രീദേവിയെ വിളിച്ചത്. രാജേട്ടൻ വിളിച്ചോ? രണ്ടാളും എത്തിയല്ലോ. പിന്നെ ശ്രീന്ന് വിളിച്ച രണ്ടാളും എത്തില്ലേ? എന്നെ വീട്ടിൽ ശ്രീന്ന് വിളിക്കുന്നത് ഇതൊരു പ്രശ്നമാണല്ലോ. ഇനി മുതൽ നിന്നെ ഞാൻ ശ്രീലക്ഷ്മിനെ വിളിക്കും, ഇവളെ ശ്രീന്നും. എന്റെ പൊന്നു അങ്ങനെ വിളിച്ചാൽ മതി. മോള് പോയി കിടന്നു, രാവിലെ സ്കൂളിൽ പോകാനുള്ളല്ലേ. നമ്മുടെ കൃഷ്ണൻ എപ്പോ വരുമെന്ന് പറഞ്ഞിട്ട് പോയത്? തിങ്കളാഴ്ച രാവിലെ എത്താന്നാ പറഞ്ഞത്. എന്താ? അല്ല, നാളെ എറണാകുളം വരെ ഒന്ന് പോണമായിരുന്നു. ഈ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു... എന്താ ഷൈനി? ശ്രീദേവി, വീട്ടിൽ നിന്ന് അപ്പച്ചന്റെ കോളുണ്ടായിരുന്നു. അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താ അസുഖം? പെട്ടെന്നൊരു തലകറക്കം വന്നു. ഡോക്ടറെ കാണിച്ചപ്പോ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുക. രണ്ടുപേരും പോകുന്നുണ്ടോ? ഒന്ന് പോയിട്ട് വരാം. എന്ന് തഴകിയല്ലേ? ഗുഡ് നൈറ്റ്. എന്താ സീരിയസ് ആയിട്ട് എന്തെങ്കിലും? സീരിയസ് ഒരു മണ്ണാങ്കട്ടയില്ല. ഇത് സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാ. നമ്മുടെ മദർലോയെ അനാവശ്യമായിട്ട് ഒരുപാട് ഫുഡ് കൺസ്യൂം ചെയ്യും. അതിന്റെ ഏനക്കേടാ. ചുരുക്കി പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്ത് പോയിട്ട് വരട്ടെ. ആ പെണ്ണുങ്ങളോട് ചോദിക്കാം, ഒന്ന് നിർത്തിക്കേ. എന്നാ കാരണം? ഒന്ന് നിക്കണേ, ഇതും കൂടെ ഒന്ന് പിടിച്ചാ. വിമാനത്താവളത്തിലെ റോയിച്ചന്റെ വീട് ഏതാ? ആ കാണുന്നതാ അവിടെ. ഇവരെങ്ങനെ അറിഞ്ഞു? അത് ജോലിച്ചേരുടെ വീടായിരിക്കും. അത് ശരി, നോക്കാം. കൂടാരം. നീ ഉള്ളപ്പോ പിന്നെ വേറെ ഒരെണ്ണം എന്നത്തിനടി? അതിനകത്തോട്ടൊന്ന് നോക്കിക്കോട്ടെ. അല്ല, വെഞ്ചിടാ. കർത്താവേ, ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കുക? രണ്ടും കൂടി വല്ലയിടത്തും തെണ്ടാൻ പോയിരിക്കും.
ഇതിനകത്തുനിന്നാണോ എവിടെ? എല്ലാം എടുത്തു. ആ, എന്താ? ഞാൻ മാത്തച്ഛൻ, ഇവള അന്നാമ്മ, എന്റെ കെട്ടിയോളാ. ഇവിടെ താമസിക്കുന്ന റോയിയും പെണ്ണും പിള്ളയും ഇവിടെ ഇല്ലയോ? അവരിവിടെ ഇല്ലല്ലോ. ഷൈനിയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് നാട്ടിൽ പോയിരിക്കാം. എന്റെ യേശുവേ, നമ്മളിനി എന്നാ ചെയ്യും? അവരെന്ന് വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നേ? ഇന്നലെ പോയത്, ചിലപ്പോ ഇന്ന് വന്നേക്കും. ആഹാ, അവരൊന്നും പറഞ്ഞില്ലയോ ഞങ്ങൾ വരുന്ന കാര്യത്തെ പറ്റി? ഇല്ല. നിങ്ങൾ അവരുടെ ആരാ? എന്റെ അമ്മച്ചിയും റോയിയുടെ അമ്മച്ചിയും ചേട്ടത്തി അനിയത്തി മക്കളാ. അതായത് ഞാൻ അവന്റെ ചേട്ടനാ. സ്വന്തം ബന്ധമൊന്നും പറയണ്ട. ഇനിയിപ്പോ മണ്ണാക്കാട്ടേക്ക് തിരിച്ചു പോകും വണ്ടിയും കിട്ടത്തില്ല. എന്റെ യേശോയെ, എന്നാ പണിയായി റോയിച്ചൻ കാണിച്ചേ? കണ്ടിട്ട് അത്യാവശ്യമുള്ളതാ. ഇനിയിപ്പോ എന്നായോ അന്നാമ്മേ? പല ലോഡ്ജിലും റൂം എടുത്ത് കൂടാ. കണ്ടിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു മിനിറ്റ് നിൽക്കാവോ? അയ്യോ, ഒരു മിനിറ്റ് അല്ല, എത്ര മണിക്കൂർ വേണേലും നിൽക്കാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ കണ്ടിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ.